നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് ബ്രയോഷ് ബ്രെഡാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എന്ത് ബ്രെഡ്? ബ്രയോഷ് ബ്രെഡ്. ബ്രയോഷ് ബ്രെഡ് എവിടുത്തെയാണ്? ഫ്രഞ്ച് ബ്രെഡാണ് ഉണ്ടാക്കുന്നത്. ഈ ഫ്രഞ്ച് ബ്രെഡ്, ബ്രയോഷ് ബ്രെഡിന്റെ പ്രത്യേകത എന്താ? ബ്രയോഷ് എന്ന് പറയുന്നത് സാധാരണ ബ്രെഡിനേക്കാളും എന്തായിരിക്കും? സോഫ്റ്റ് ആയിരിക്കും. ഹാർഡായിട്ടുള്ള ബ്രെഡ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റസ്റ്റിക് ബ്രെഡ് ഉണ്ട്, അതിൽ ബഗത്ത് ബ്രെഡ് ഉണ്ട്, ഫ്രഞ്ച് ബ്രെഡ് ഒക്കെ ഹാർഡ് ക്രസ്റ്റ് ആയിട്ട് വരുന്നത്. അതേപോലെ നമ്മൾ ആർട്ടിഷ്യൻ ബ്രെഡ് ചെയ്യുന്ന, സാർഡോ ബ്രെഡ് ചെയ്യുന്നത് എല്ലാം വന്നിട്ട് ക്രസ്റ്റ് വന്നിട്ട് ഹാർഡായിരിക്കും. ഹാർഡ് എന്ന് പറയുന്നത് അതിൻ്റെ ക്രസ്റ്റാണ് ഹാർഡാവുന്നത്. ക്രസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറം ഭാഗം, ബ്രെഡിൻ്റെ ഉള്ളിൽ ഒരു ബ്രെഡിൻ്റെ ഹാർഡാവില്ല. ഹാർഡ് എന്ന് പറയുന്നത് ബ്രെഡ് ഹാർഡായിട്ടിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബ്രെഡിൻ്റെ എവിടെയാണ് ഹാർഡ്? ക്രസ്റ്റ്. അപ്പോൾ അതിൻ്റെ ഉള്ളിന് എന്താ പറയുക? ഉള്ളിന് ക്രംബ് എന്ന് പറയും. എന്താ പറയും? ക്രംബ്. ബ്രെഡ് ക്രംസ് എന്ന് പറഞ്ഞിട്ടില്ലേ? ബ്രെഡിൻ്റെ ഉള്ളിലുള്ള ഭാഗം ക്രംസ്. അപ്പോൾ ക്രംസ് എപ്പോഴും സോഫ്റ്റ് ആയിട്ടിരിക്കും, ക്രസ്റ്റ് ഹാർഡായിട്ടിരിക്കും. അതാണ് ബ്രെഡിൻ്റെ പ്രത്യേകത. ഇത് മൊത്തത്തിലൊരു സോഫ്റ്റ് ചെറിയ ക്രസ്റ്റ് എന്ന് പറയാനല്ല, ഒരു ഗോൾഡൻ ക്രസ്റ്റ് ഫോം ചെയ്യും. പക്ഷെ സോഫ്റ്റ് ആയിരിക്കും. ഒരു ലോഫ് ബ്രെഡാണത്. എന്നാൽ സാധാരണ പോലത്തെ ലോഫ് ബ്രെഡും അല്ല. കാരണം ഇതിൽ റിച്ച് ആയിട്ട് എന്തൊക്കെ ചേർത്തിട്ടുണ്ട് ഇതിൻ്റെ ഡോയിൽ? സാധാരണ ഡോയിനേക്കാളും മിൽക്കും എഗ്ഗും കൂടെ ചേർത്തിട്ടാണ് ഇത് കുഴച്ചെടുത്തേക്കണത്. എന്തൊക്കെ ചേർത്തിട്ട്? സാധാരണ ഡോയിൽ എന്താ ചേർക്കാം? വെള്ളം ചേർത്തിട്ട് കുഴച്ചെടുക്കും. ഇതിൽ ആ ഒരു വ്യത്യാസമുണ്ട് ഡോയ്ക്ക്. ഒന്ന് ഡിവൈഡ് ചെയ്തെടുക്കാം. ഒന്നോടെ ഡിവൈഡ് ചെയ്തെടുക്കാം. നമുക്കിതിനെ ഒന്ന് ഉരുട്ടിയെടുക്കാം. പേടയായിട്ട് 3ആയിട്ട് ഡിവൈഡ് ചെയ്താലും മതി, 4ആയിട്ട് ഞാൻ ഡിവൈഡ് ചെയ്തു, ഈക്വൽ പാർട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഒന്ന് പഞ്ച് ചെയ്തു, സീൽ ചെയ്തെടുത്തു. ഫോട്ടോക്ക് എല്ലാത്തിൻ്റെ ഒന്ന് ഉരുട്ടി മാറ്റി വെക്കുകയാണ് ആദ്യം. നമ്മളിതിനെ റോൾ ചെയ്യാൻ പോവാണ്. എന്ത് ചെയ്യാൻ പോവുക? അപ്പോൾ നമ്മൾ ഇതിനെ ഇങ്ങനെ ബോളായിട്ട് വെച്ചിട്ടും ചെയ്യാം. പക്ഷെ നമ്മളിതിനെ ഒന്ന് റോൾ ചെയ്ത് ബ്രൈഡ് ചെയ്യാൻ പോവുകയാണ്. എന്ത് ചെയ്യാൻ പോവുക? എന്ത് ചെയ്തു? റോൾ ചെയ്തു. ഇതിനെ കൊണ്ട് ഇത് റോൾ ചെയ്തു ഒരേ നീളത്തിൽ ഒന്ന് കൂട്ടി വെക്കാം. നമുക്ക് കൊണ്ട് എന്ത് ചെയ്തു? കൂട്ടി വെച്ചു. നമുക്ക് ഇങ്ങനെ വെക്കാം. എന്നിട്ട് ഇതിനെ എടുത്തിട്ട് ഇങ്ങോട്ടൊന്ന് വെക്കാം. എന്നിട്ട് നമുക്ക് ഇതിനെടുത്തിട്ട് ഇങ്ങോട്ടൊന്ന് വെക്കാം. ഇതിനെടുത്ത് ഇങ്ങോട്ടൊന്ന് വെക്കാം അല്ലേ? ഇതിനെടുത്ത് ഇങ്ങോട്ടൊന്ന് വെക്കാം. ഇതിനെടുത്തിട്ട് ഇങ്ങോട്ടൊന്ന് വെക്കാം. നമുക്ക് ഇതിനെ എടുത്തിട്ട് ഇങ്ങോട്ടൊന്ന് വെക്കാം. 3 മതി. നമ്മളത് 4-നെടുത്താണ് നമ്മളൊന്ന് ബ്രൈഡ് ചെയ്തെടുത്തു. നമുക്ക് ഈ മോൾഡിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. ഓക്കെ, മൂടി വെക്കാം. ബ്രെഡ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചു. അത് കഴിഞ്ഞ് ബേക്ക് ആക്കും. ആ സമയം നമ്മൾ ഒണിയൻ അരിഞ്ഞെടുക്കുന്നുണ്ട്, സ്ലൈസ്ഡ് ഓണിയൻ. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഡക്ക് എഗ് പറഞ്ഞ താറാവ് മുട്ടയാണ് നമ്മളിന്ന് ബോയിലാക്കാൻ വേണ്ടി ഉപയോഗിക്കണേ. അപ്പോൾ താറാവ് മുട്ട നമ്മൾ ബോയിലാക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. ബ്രെഡിൻ്റെ കൂടെ ഒരു സൈഡ് ഡിഷായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സോസേജ് വെച്ചിട്ടൊരു അടിപൊളി സംഭവമാണ്. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ കുറച്ച് അതിൻ്റെ കൂടെ ചില്ലി അരിഞ്ഞിട്ട് നമ്മൾ ബ്രെഡ് ബേക്കാക്കി എടുത്തിട്ടുണ്ട്. നമ്മളിനി ബ്രെഡ് നമ്മൾ മോൾഡിൽ പുറത്തേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതാ നമ്മൾ കമത്തിയിട്ട് നമ്മൾ മോൾഡിൻ്റെ പുറത്തേക്ക് ബ്രെഡ് എടുത്തിട്ടുണ്ട്. നമുക്ക് പുറം ഭാഗം കാണാൻ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതുപോലെ നല്ല ഫ്രേഗ്രൻസും ഉണ്ടായിരുന്നു. നമ്മുടെ ബ്രെഡ് കാണാൻ നല്ല അടിപൊളി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ഗോൾഡൻ ബ്രൗണിഷ് കളറാണ്. അത് നല്ല മണവും നല്ല ഫ്രേഗ്രൻസും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ബ്രെഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ചെറിയ ചെറിയ സ്ലൈസസായി കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ടോസ്റ്റ് ചെയ്തെടുക്കാനുള്ളതാണ്. നമുക്കൊരു പാൻ എടുത്ത് അതിലേക്ക് ബട്ടർ ഇട്ടിട്ട് നമ്മൾ ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്യാൻ വെക്കാം. ജസ്റ്റ് സ്ലൈറ്റ്ലി ഒന്ന് ടോസ്റ്റ് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്നൊന്ന് ശരിയാക്കി എടുക്കാം. നമ്മൾ പാനിലേക്ക് ബ്രെഡ് വെച്ചിട്ട് നമ്മൾ ഒന്ന് വെച്ചിട്ടൊന്ന് കമത്തി തിരിച്ചിടുന്നുണ്ട്.
സെറ്റ് ബ്രെഡിൻ്റെ പണി കഴിഞ്ഞ് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. കുറച്ച് സെറ്റും കൂടെ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ചേർന്നുണ്ട്. നമ്മൾ വീഡിയോയിൽ ഇടുന്നില്ല, നിങ്ങൾ വെറുതെ ബോർ അടിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. നമുക്ക് ഒരു പാൻ എടുത്ത് അതിലേക്ക് ബട്ടർ ഇട്ടിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ച ഒണിയനും അരിഞ്ഞ് വെച്ച ചില്ലിയും ഇടാം. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ ഇച്ചിരി ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ സോസേജ് നമ്മൾ റെഡി ആക്കിയിട്ട് നമ്മൾ സൈഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്കൊരു ബോളിൽ വെച്ചിട്ട് ഒന്ന് അരിഞ്ഞെടുക്കാം ചെറുതാക്കിയിട്ട്. അത്ര ചെറുതാക്കണ്ട. അത് നമ്മൾ പാനിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. പാനിലേക്ക് ഇട്ട് കൊടുത്ത് അടുത്ത് നമുക്ക് നല്ല ഫ്രഷ് റോസ്മേരി, നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള റോസ്മേരി പ്ലാന്റ് ആണ്, നമുക്ക് എന്നിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിലേക്ക് തന്നെ അരിഞ്ഞ് വെച്ച് ടൊമാറ്റോ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ഇളക്കി അതിൻ്റെ കൂടെ നമ്മൾ കുരുമുളക് പെപ്പർ പൗഡറാണ് നമ്മൾ അതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്, എല്ലാ ഭാഗത്തേക്കും ഒന്ന് നന്നായി ചേരാൻ. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് ജീരകപ്പൊടി ചേർക്കുന്നുണ്ട് അതിൻ്റെ ഫ്ലേവറിന് വേണ്ടി. അതും നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമ്മളുടെ ഈ ഡിഷിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് സൈഡാക്കി വെക്കാം. അപ്പോഴത്തേക്കും നമ്മൾ എല്ലാ ഡിഷിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്, നമ്മൾ സെർവ് ആക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. നല്ല രസവും നല്ല രുചിയും ഉണ്ടായിരുന്നു. നമ്മുടെ താറാവ് മുട്ട പുഴുങ്ങി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ പ്ലേറ്റിന്റെ സൈഡിൽ വെച്ച് കൊടുക്കാം. റിയാക്ഷൻ നമുക്ക് കാണാം. ഗോൾഡൻ ആണ്. ഇതൊരു ഡിഫറെന്റ് ടൈപ്പ് ഷേപ്പ് എല്ലാം ആയിട്ട് നല്ല ബ്രേഡ് ചെയ്തിട്ട് അതിൽ വെച്ചിട്ട് ഇങ്ങനെ റൗണ്ട് ആക്കി എടുത്തു. ഓക്കെ ഓക്കെ. സാധാരണ 3 ബ്രേഡിലാക്കണം, നമ്മളെ 4 ബ്രേഡ് ആക്കിയിട്ട് അതിൽ വെച്ചിട്ട് ഇങ്ങനെ റൗണ്ട് ആക്കി എടുത്തു. അപ്പൊ നമുക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റ് ടേസ്റ്റ് ആക്കിയാൽ നല്ല സോസേജ് ഉണ്ട്, ഡക്കിന്റെ എഗ് ഉണ്ട്, ബോയിൽഡ് ഡക്ക് എഗ് ഉണ്ട്. നമുക്ക് നോക്കിയാലോ. പിന്നല്ലാതെ അല്ലേ, ഒരു കോഫി ഉണ്ട്. ക്രിസ്പിയാ. ഞാൻ ആദ്യം നോൺ വെജ് നോക്കി. സോസേജ് ഒന്നും പറയാനില്ല. അതുകൊണ്ട് ഇതൊരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ബ്രെഡ്. നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാൻ കിട്ടില്ല എനിക്കറിയാം, പക്ഷെ അത് അടിപൊളി ബ്രെഡാണ്. ഒന്നും പറയുന്നില്ല. ടേസ്റ്റും സോസേജും എല്ലാം എരിവും എല്ലാം കറക്റ്റായി ബ്ലെൻഡ് ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ക്രിസ്പിനെസ് ഉണ്ട്, ചെറിയൊരു ക്രിസ്പിനെസ് ഉണ്ട്. ടോസ്റ്റ് ആക്കിയത് ബട്ടർ വെച്ച് ബട്ടറിന്റെ ആ ഫ്ലേവർ നന്നായിട്ട് എടുത്ത് കയറുന്നുണ്ട്. സോ താങ്ക് യു. Bye bye. I'll see you in next episode from Little Dory. Bye bye.